സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം നീങ്ങിടും. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണ് അഭയസ്ഥാനം. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണ് അഭയസ്ഥാനം. ആദ്യം നമ്മൾ പഠിച്ചു ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം. സഭയും സഭയ്ക്കുള്ളിലുള്ളവരും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. ഈ സഭ എന്തിനു വേണ്ടിയാണ്? നമ്മളെ ക്രിസ്തുവാകുന്ന തലയോളം നമ്മളെ വളർത്തുവാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം സഭയ്ക്കുള്ളിലുള്ള വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഇത് വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. വളരെ പ്രായോഗികമായി പല കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. അതിനകത്തെ ഒരു കാര്യം പറയുന്നത്, ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും. അപ്പോൾ അവിടെ ശരിക്കും നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എന്തോ നമ്മളങ്ങനെ കള്ളമൊന്നും പറയുന്ന ആളുകൾ പറയും, ഇല്ല ബ്രദറെ, നമ്മളങ്ങനെ കള്ളമൊന്നും പറയുന്ന ആളുകളല്ലല്ലോ എന്ന് നമ്മൾ പറയും. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് therefore having put away falsehood let each one of you speak the truth with his neighbor. falsehood, lie, കള്ളം. അവിടെ falsehood എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് പദം ബി ജെനുവിൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വ്യാജമുണ്ടാകരുത്. കള്ളം പറയരുത്, അത് വേറെ കാര്യം. കള്ളം പറയരുത് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷേ ദൈവസഭയിൽ നമ്മളിപ്പം ഞാനിപ്പോൾ എൻ്റെ സഭയിൽ എന്തുവാ ആളുകളോടെല്ലാം കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ? അല്ല. അപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അത് അന്നേരമേ നിർത്തിക്കോണം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമല്ല, ഈ പോളിപ്പോൾ എഫേസ്യരോട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കള്ളം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരാരും കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണെന്നുള്ള ഒരു അർത്ഥത്തിലല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ വ്യാജം ഉപേക്ഷിക്കണമെന്നാണ്. അതായത് നിങ്ങൾ ജെനുവിനായിരിക്കണം. അത് പറയുമ്പോൾ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും ശരിക്കും ജെനുവിനാണെന്ന് പറയാൻ പറ്റില്ല. ജെനുവിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മളൊക്കെ ചില മുഖം മൂടി വെച്ചാണ് ആളുകളോട് ഇടപെടുന്നത്. ആ മുഖം മൂടി ഇല്ലാത്ത അവസ്ഥയാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും അഭിനയമില്ലാത്തവരായിരിക്കണം, പ്രിട്ടൻഡേഴ്സ് ആകരുതെന്നുള്ളതാണ്. ഫ്രാൻസിസ് ഷീഫർ പറഞ്ഞ ഒരു വാചകം, the world may not expect a perfect church but the world expect a genuine church എന്ന് പറയാം. ലോകം ഒരു പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഭയെ ലോകം പോലും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. ദൈവം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ചർച്ചിനെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ലോകം സഭയിൽ ഒരാൾ പോലും, എല്ലാവരും 100% ആളുകളും യേശു നടന്നതുപോലെ നടക്കുന്നവരും ഒക്കെ ആയിരിക്കണമെന്നൊന്നും ലോകം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെ കാണാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ലോകത്തിന് പോലും മടുപ്പുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ ജെനുവിനിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്. The world may not expect a perfect church. ഒരു സമ്പൂർണതയായ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സഭയായിരിക്കത്തില്ല ലോകം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ലോകം ഏറ്റവും കുറഞ്ഞ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ദൈവസഭ ജെനുവിനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവസഭയും ദൈവസഭയിലുള്ളവരും വിശ്വാസികളും ജെനുവിനായിരിക്കണം. ജെനുവിനായിരിക്കണം എന്ന് പറയുമ്പോൾ മുഖം മൂടികൾ ഒന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. സഹോദരന്മാരോട് യാതൊരു രീതിയിലുള്ള ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് ഇടപെടാൻ പാടില്ല. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് കള്ളന്മാരെ വാസം പറഞ്ഞ് എടാ കള്ളാന്ന് വിളിച്ചായിട്ട് നമുക്കറിയില്ല. പക്ഷെ കപടഭക്തന്മാരെ കള്ളാന്ന് വിളിച്ചു. ഇനി കർത്താവിന് പോലും സഹിക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് പ്രിട്ടൻഡിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിട്ടൻഡൻസ് ആണ്. ഏത് സാമൂഹിക എവിടെ നോക്കിയാലും പ്രിട്ടൻഡൻസ്, ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അത് ദൈവസഭയിലും ഭവനത്തിലും എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടാകുന്നു? പ്രിട്ടൻഡൻസ് ഉണ്ടാകുന്നു. ആ പ്രിട്ടൻഡൻസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു മുഖം മൂടി വെച്ചുകൊണ്ടാണ് ആളുകളുടെ മുമ്പിൽ ഇടപെടുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുഖം മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നുള്ളതല്ല. നമ്മൾ ഇപ്പം സാർത്രയുടെ അനാലിസിസിനകത്ത് നമ്മുടെ ബീയിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള ബീയിങ്ങിനെ കുറിച്ച് സാർത്ര പറയുന്നുണ്ട്. ഒന്ന്, ദ റിയൽ ബീയിങ് ഇൻ ഇറ്റ് സെൽഫ്. റിയൽ ബീയിങ്, നമ്മൾ ആരാണോ അതാണ് റിയൽ ബീയിങ്. അതിനകത്ത് കള്ളത്തരങ്ങളൊന്നും ഇല്ല. എന്നാൽ രണ്ടാമത് സാർത്ര പറയുന്നത് മൈ ബീയിങ് ഇൻ അതർ മാൻസ് ഐസ്, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ആരാണോ അത്. ഒന്നാമത്തേത് എന്ത്? യഥാർത്ഥ സത്ത. മലയാളവും ഇംഗ്ലീഷും എല്ലാം വാക്കുകൾ സാധാരണ
ഉപയോഗിക്കുന്ന വാക്കുകളല്ലാതുകൊണ്ട് യഥാർത്ഥ സത്ത, അതിനകത്ത് യാതൊരു രീതിയിലുള്ള കള്ളത്തരങ്ങളൊന്നുമില്ല. ഹൂ ആമായി, ഞാൻ ആരാണോ അത്. രണ്ടാമത്തതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബീയിങ് ഇൻ അതർ മാൻസ് ഐസ്, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ആരാണോ. അന്യാർത്ഥ സത്ത, മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ എന്നെ കാണുന്നത്. നമ്മളെപ്പോഴും പറയുമല്ലോ, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ ചെയ്യാനാണ് ബ്രദറെ, എന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പം തെറ്റുമായിരിക്കും, അത് തന്നെ ചിലപ്പോൾ ഒരു കള്ളത്തരമായിരിക്കും. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാര്യം നമ്മളുടെ സത്ത എന്താണെന്നുള്ളത് നമുക്കറിയാൻ വയ്യാമെങ്കിൽ തന്നെ നമ്മൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇനി മറ്റുള്ളവരെന്നെ എങ്ങനെ കാണുന്നു, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെന്നെ എങ്ങനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതായിരിക്കും മിക്കപ്പോഴും ഞാൻ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായി ഞാൻ എന്താണോ അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ കാണിക്കുന്നില്ല. രണ്ടാമത്, മറ്റുള്ളവരെന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയും ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രദർശിപ്പിക്കുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? മറ്റുള്ളവരെന്നെ എങ്ങനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നോ ആ മുഖം മൂടിയാണ് ഞാൻ എപ്പോഴും എൻ്റെ മുഖത്തിന് മുകളിൽ വെക്കുന്നത്. മറ്റുള്ളവരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ചിന്തിക്കണമെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. സിസ്റ്റർ, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയമായി, ഒരു 5-6 മണിക്കൂർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു 6-7 മണിക്കൂറായപ്പോൾ ദൈവം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരി മനസ്സിലാക്കണം, എന്താ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന്. അല്ലാതെ പ്രത്യേകിച്ച് ഇത് പറയാൻ ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഞാനൊരു പ്രാർത്ഥനക്കാരിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു മുഖംമൂടി വെക്കും, ഒരു പ്രാർത്ഥനക്കാരിയുടെ മുഖംമൂടി വെക്കും. പോൾ ഇവിടെ പറയാണ്, എടുത്ത് കളയാ മുഖംമൂടി, നീ ആരാണോ അത് കാണീര്. സഹോദരനോട് വ്യാജം കാണിക്കരുത്. അന്യോന്യ ബന്ധത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഞാൻ വ്യാജം കാണിക്കുന്ന വ്യക്തിയാകരുത്, അഭിനയിക്കരുത്. ഇതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുന്നത്, ഇപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ അല്ലെങ്കിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ വീശുമുറം എന്നാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. വിന്നോയിങ് ഫോർക്ക്, വീശുമുറം എന്ന് പറയുന്നത്, നമ്മൾ ഈ നെല്ലുമൊക്കെ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ നെല്ലിനകത്ത് കുറേയൊക്കെ പതിരായിരിക്കും. ആ പതിരെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെല്ലൂടെ ചീത്തയാകും. അതുകൊണ്ട് ഈ കളത്തിൽ വെച്ച് തന്നെ, നെല്ല് കൊയ്യുന്ന കളത്തിൽ വെച്ച് തന്നെ, ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. കളത്തിൽ തന്നെ ഒരു ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ഈ നെല്ലെടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ മുറത്തിനകത്ത് എടുത്തിട്ട് താഴോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പടർന്ന് വരുമ്പം 2 പേര് 2 സൈഡിൽ നിന്ന് വലിയ മുറം കൊണ്ട് വീശുമ്പോഴെന്താ സംഭവിക്കുന്നത് അറിയാമോ? പതിരൊക്കെ പറന്നു പോകും. യഥാർത്ഥത്തിൽ മണിയുള്ള നെന്മണി മാത്രം നേരെ താഴെ വീഴും. ഈ പതിരെല്ലാം കൂടെ ഒടുവിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? തീക്കാതിരും. നെന്മണി മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, വീട്ടിൽ കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെന്മണിയും പതിരും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. നോക്കി പതിര് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പതിര് നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറ്റുള്ളൂ? നല്ല വീശിയാലേ പറ്റുള്ളൂ, കാറ്റടിക്കുമ്പോഴേ പറ്റത്തുള്ളൂ. ഇതുപോലെ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പതിരുകളെല്ലാം മാറിപ്പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത, അവൻ കാറ്റ് പോലെ അല്ലേ, ദ റഷ് ഓഫ് എ മൈറ്റി വിൻഡ് എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്ന സമയം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സൈനായിട്ട്, ഒരു സിമ്പലായിട്ട് നമ്മൾ കാണുന്നതാണ് കാറ്റ്. കാറ്റെന്താ ചെയ്യുന്നത്? പതിരിനെയൊക്കെ പറത്തിക്കളയാം. ആ പതിരിനെ പറത്തിക്കളയുമ്പോൾ പിന്നുള്ളത് എന്തായിരിക്കും? ജെനുവിനായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം, അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് വലിയ ആഗ്രഹമില്ല. നമുക്ക് നമ്മുടെ മുഖംമൂടികളെ വെക്കാൻ സമ്മതിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ വേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവില്ല. ഞാൻ ചിലപ്പം ഇത് ഒന്നുകൂടെ മനസ്സിലാകാനായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഈ തീരെ ചെറിയ ക്ലാസ്സിലൊക്കെ പിള്ളേർ ഡ്രാമ കളിക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചു രാവണനായിട്ട് അഭിനയിക്കുകയാണ്. 10 തലയൊക്കെ ഇങ്ങനെ വെച്ച്, വലിയ കൊമ്പം മീശയൊക്കെ വെച്ച്, ഇങ്ങനെ വലിയ ഗതയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ കാണുന്നത്, മുന്നേ ഇരിക്കുന്ന ജനങ്ങൾ കാണുന്നത് ആരെയാണ്? രാവണൻ വന്നു.
രാവണന്റെ വലിയ ഗമയിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ രാവണൻ ഇങ്ങനെ ഗമയിൽ നിൽക്കുമ്പം ഈ സ്റ്റേജിന്റെ സൈഡിൽ ഒരു വലിയൊരു ഫാൻ ഉണ്ടെന്ന് വെക്കുക. ഈ ഫാൻ ശരിക്കും അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാവണന്റെ മീശയും എല്ലാം അങ്ങ് പറഞ്ഞു പോയി, വെച്ചിരുന്ന മുഖം മൂടിയും അങ്ങ് പറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? രാവണന്റെ ഇടപാട് തീർന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പാവം സുഷുമ കൊച്ചാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഷുമയെ ആരായിട്ട് നിന്നിരിക്കുന്നത്? രാവണനായിട്ട്. കാറ്റ് വരുന്നത് വരെ രാവണനായിരുന്നു, കാറ്റ് വന്നപ്പം സുഷുമയായി. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം. നമ്മുടെ എല്ലാ വ്യാജവും പറന്നു പോകണം. നമ്മൾ കള്ളത്തരങ്ങൾ പറയുന്നതും കള്ളത്തരങ്ങൾ അഭിനയിക്കുന്നതും പറയുക മാത്രമല്ല, കള്ളത്തരം കാണിക്കുന്നതും നമ്മുടെ കണ്ണിലെ കള്ളത്തരം പോലും കളയണം. നമ്മുടെ ചിലരുടെയൊക്കെ നോട്ടത്തിൽ തന്നെ കള്ളത്തരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നോട്ടമൊക്കെ കണ്ടാൽ എന്തോരും പരിശുദ്ധരാണെന്നുള്ള നിലയിലായിരിക്കും, ഇല്ലേ? പക്ഷെ അതൊക്കെ പോട്ടെ, ജെനുവിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണോ അത് മറ്റുള്ളവരെ കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചില ആളുകൾ പറയും ഞാനിങ്ങനെ ആളാ എന്ന് പറഞ്ഞ് മോശമായി ജീവിച്ചിട്ട് അവനും മോശമായ ആളുകളും പലരും ജെനുവിനാണ്. ആ ജെനുവിനിറ്റി അല്ല ഇവിടുത്തെ പറയുന്നത്. നമ്മളതുകൊണ്ട് നമ്മുടെ അഹങ്കാരവും ഞാൻ അഹങ്കാരിയാ അതിന് നിനക്കെന്നാ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയല്ല ഇവിടെ. പ്രത്യേകത എന്താണ്? മറ്റുള്ളവർക്ക് ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ സഹോദരനോട് എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജം ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അപ്പോൾ ഞാൻ ദൈവസഭയിലെ എൻ്റെ സഹോദരനോട് ജെനുവിനാണെന്ന് പറഞ്ഞ് വേറൊരു ഇത് കാണിക്കാനുമല്ല, വഴക്കുണ്ടാക്കാനുമല്ല. അപ്പോഴും നമ്മൾ തെറ്റാ കാണിക്കുന്നത്. പക്ഷേ വ്യാജം കാണിക്കുന്നതിനേക്കാൾ നല്ലതാണ് ജെനുവിനാകുന്നത്. പക്ഷേ നമ്മൾ ആകുന്ന സമയത്ത് മോശമാകാനും പാടില്ല. നമ്മുടെ മുഖം മൂടി പറന്നു പോകുമ്പോൾ നമ്മൾ ലജ്ജിതരായി പോകരുത്. പണ്ട് പെപ്സിയുടെ ആണെന്ന് തോന്നുന്നു ഒരു പരസ്യം ടി വിയിൽ ഇങ്ങനെ വരുമായിരുന്നു. പിള്ളേരെല്ലാം കൂടെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ മുഖം മൂടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കുക. അപ്പോൾ അങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു പെപ്സിക്കാരൻ വന്നപ്പം പിള്ളേരെല്ലാം എന്ത് ചെയ്യാന്നറിയാമോ? അപ്പം ഈ സച്ചിൻ്റെ മുഖംമൂടിയാണെങ്കിലും ഒറിജിനൽ സച്ചിൻ്റെ അത്രയും സൗന്ദര്യത്തിലൊന്നും അല്ലല്ലോ, മുഖംമൂടി വേറെയാണല്ലോ. ഏതാണ്ട് സച്ചിനെ പോലെയൊക്കെ വരച്ചു വെച്ച മുഖംമൂടി. അപ്പോൾ പലരും, എല്ലാ പിള്ളേരുടെയും തലയിലിരിക്കുന്ന മുഖംമൂടി എന്താണ്? മുഖത്ത് വെച്ചിരിക്കുന്നത് സച്ചിൻ്റെ മുഖമാണ്. അപ്പോൾ എല്ലാവരും സച്ചിനാണെന്നുള്ള നിലയിലാണ് നിൽക്കുന്നതൊക്കെ. പക്ഷേ പെപ്സി കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും മുഖംമൂടി മുകളിലോട്ട് പൊക്കിയിട്ട് കുടിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സച്ചിനൊന്നുമല്ല, ഇത് സുനിലാണ്, ഇത് രാജുവാണ് എന്നൊക്കെ മനസ്സിലാകുന്നത് എപ്പോഴാണ്? മുഖംമൂടി മാറ്റിയപ്പോഴാണ്. അങ്ങനെ സുനിലും രാജുവും എല്ലാം കൂടെ മുഖംമൂടി മാറ്റി കുടിച്ചപ്പോൾ ഒരാൾ മുഖംമൂടി മാറ്റിയപ്പോൾ ആ ടി വിയുടെ പരസ്യത്തിനകത്ത് അതാര് തന്നെയായിരുന്നു? സച്ചിൻ തന്നെ. മുഖംമൂടി മാറ്റിയപ്പോൾ മുഖംമൂടിയേക്കാൾ മനോഹരമായ ഒരു ഒറിജിനൽ സച്ചിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ച് നമ്മളുടെ മുഖം മൂടി പോയാൽ അതിനേക്കാൾ ആത്മീയത മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയത്തക്ക രീതിയിൽ സ്പിരിച്വൽ നമ്മൾ. അതായത് എൻ്റെ എല്ലാ ഇൻജെനുവിനിറ്റി അല്ലെങ്കിൽ എൻ്റെ മുഖം മൂടി ഇല്ലാതെ വരുമ്പോൾ, പലരുടെയും മുഖം മൂടി മാറിക്കഴിഞ്ഞാൽ അവർ ലജ്ജിതരാകേണ്ടി വരും, അല്ലേ? പക്ഷേ ലജ്ജിക്കുവാനുള്ള ഒരു സ്റ്റേജ് അല്ല. പ്രത്യുത വ്യാജം കാണിക്കാതെ, യാതൊരു രീതിയിലുള്ള വ്യാജ അനുഭവങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ പ്രദർശിപ്പിക്കുക. ഒറിജിനലായിട്ട് തന്നെ, യാതൊരു രീതിയിലുള്ള പ്രിറ്റൻഡൻസ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിത്യമായ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം നീങ്ങിടും. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണൻ അഭയസ്ഥാനം. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണൻ അഭയസ്ഥാനം.
വീഴാതെന്നെ താങ്ങിടും, ആ കരങ്ങളിൽ വഹിച്ചിടും. വീഴാതെന്നെ താങ്ങിടും, ആ കരങ്ങളിൽ വഹിച്ചിടും. ആ കാൽവരി സ്നേഹത്തിൻ തുല്യമായതൊന്നുമില്ലയേ. ആ കാൽവരി സ്നേഹത്തിൻ തുല്യമായതൊന്നുമില്ലയേ. നിത്യമായ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം നീങ്ങിടും. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണെന്ന അഭയസ്ഥാനം. ആരെല്ലാം മാറിയാലും മാറാത്ത നൽ സഖിയേ. ആരെല്ലാം മാറിയാലും മാറാത്ത നൽ സഖിയേ. എന്നെ വീണ്ടെടുത്തവനേ, നിത്യസ്നേഹം മതിയെനിക്ക്. എന്നെ വീണ്ടെടുത്തവനേ, നിത്യസ്നേഹം മതിയെനിക്ക്. നിത്യമായ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം നീങ്ങിടും. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണെന്ന അഭയസ്ഥാനം. പരിശോധനകൾ വന്നിടിലും എന്നേശു എൻ കൂടെയുണ്ട്. പരിശോധനകൾ വന്നിടിലും എന്നേശു എൻ കൂടെയുണ്ട്. ഒരു നാളിലും കൈവിടില്ല, അന്ത്യത്തോളം നടത്തുമെന്നേ. ഒരു നാളിലും കൈവിടില്ല, അന്ത്യത്തോളം നടത്തുമെന്നേ. നിത്യമായ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം നീങ്ങിടും. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണെന്ന അഭയസ്ഥാനം. ക്രൂശിൽ എനിക്കായി യാഗമായ യേശുവാണെന്ന അഭയസ്ഥാനം.